എടാ ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ ബ്രോ, ഐ എം മുസ്ലിം. നിങ്ങളത് മറന്നു പോകുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്? മുന്നേ കുറച്ച് ആൾക്കാരല്ല, കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ് ആണ്. ഓക്കെ, അതിൽ ഒരാൾ എന്നെ അത്രയും ഇഷ്ടമുള്ള ഒരാൾ, എനിക്ക് അത്രയും ഞാനൊരു കമ്പനിയായി, ഇപ്പോൾ ഷമീറിനെല്ലാം പോലെ ഞാൻ അത്രയും കമ്പനിയായ ഒരാൾ, ഇയാൾ ഇസ്രായേലിനെ സപ്പോർട്ടറാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇയാളെ ഫ്രണ്ടായത്. ഓക്കെ, ഇത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഇതെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. ഓക്കെ, ഈ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാൾ, ഓക്കെ, അത്രയും എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാളെ ഞാൻ എന്ത് ചെയ്യണം? അതായത് ഇയാളെ തെറി വിളിച്ച് ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്നൊരു ദിവസം ഞാൻ വിളിച്ച് മോടാ എനിക്ക് നിന്നെ ഇതാക്കാൻ പറ്റില്ല തെറി വിളിച്ച് ഞാൻ ഒഴിവാക്കണോ? അതോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് പലസ്തീൻ്റെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ വെക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വിടണം.